ഹായ്, ഇന്നിതാ നോക്കിക്കേ, പരവ കിട്ടി. കണ്ടോ, ഇവിടെ എങ്ങും കിട്ടാനില്ലായിരുന്നേ. ഞാൻ എൻ്റെ കുഞ്ഞമ്മയും കൊണ്ട് നിരണത്ത് പോയി. അപ്പം അവിടെ വഴിയരി ഇതുപോലെ മീൻ കട ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വെച്ച് നോക്കിയപ്പോൾ പരവ കിടക്കുന്നത്. എൻ്റെ അമ്മയുടെ ഏറ്റവും ഫേവററ്റ് മീനുകളിലൊന്നാണിത്. ഇത് ഞങ്ങൾ വറുത്തരയ്ക്കും, പിന്നെ വറക്കും. പിന്നെ വേറെ അല്ല, പച്ചയ്ക്ക് അരയ്ക്കലൊന്നും ഇല്ല. ഇത് പറ്റിക്കലും അങ്ങനെയുള്ള പരിപാടിയില്ല. ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വറുത്തരയ്ക്കും. പിന്നെ ഇത്തിരി വലിയ പരവയാണ്, ഇച്ചിരി വലിയ ഇതായിട്ട് കിട്ടുവാണെങ്കിൽ ഏകദേശം നല്ല വലുപ്പത്തിൽ, ഈ വലുപ്പത്തിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വറക്കും. അല്ലെങ്കിൽ മിന്നുകുട്ടിക്ക് പ്രയാസം അടത്തി കഴിക്കാനൊക്കെ, കാരണം മുള്ളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ചെടുത്ത് ഞാൻ അവരോട് പറഞ്ഞു, മോക്ക് കഴിക്കാൻ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്കൊരു 5-6 വലിയ കഷ്ണം തന്നിട്ടുണ്ട്. അതെടുത്തൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെടുത്ത് ഒന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒന്ന് വെക്കാം. നമുക്ക് ആദ്യം തേങ്ങ വറുത്തരയ്ക്കണം. അതിനായിട്ട് ഞാൻ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് തേങ്ങയെ നമ്മുടെ ആവശ്യം എത്രയാണോ ചാറ് ആവശ്യം അതനുസരിച്ച് ഒന്ന് ഇളക്കി, തേങ്ങ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉണക്കമുളക് എല്ലാം കൂടി ഇടണം. തേങ്ങയെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വേണ്ട അമ്മയും എല്ലാം വീഡിയോ എടുക്കാൻ റെഡി ആയപ്പോഴത്തേക്ക് അമ്മ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി ഉണ്ട്, 5-6 വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് ഉണക്കമുളകും ഉണ്ട്, 5-6 കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ അടുത്ത് നിന്ന് മാറാതിരുന്നത് നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഇത് എപ്പോഴാണ് കരിഞ്ഞു പോകുന്നത് അറിയത്തില്ല. നമുക്കൊരു മീഡിയം ലെവൽ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നമ്മളടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എവിടെ വരെയായി? ഓണമൊക്കെ എവിടെ? ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണമില്ലേ. ഹരിയേട്ടൻ്റെ കുഞ്ഞമ്മ മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് പ്രാവശ്യം ഓണം വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ മരിച്ചിട്ടിപ്പം 1 മാസമൊക്കെ ആവുന്നേ ഉള്ളേ. അപ്പം നമ്മൾ ഓണം ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം പക്ഷേ ഞാൻ പോകുന്ന യോഗയിലും മിന്നു പോകുന്ന ജിമ്മിലും എല്ലാം ഓണാഘോഷം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല ഓണാഘോഷ പരിപാടിയൊക്കെ നല്ലോണം നടന്നു. സദ്യയൊക്കെ ഉണ്ടു ഒക്കെ ചെയ്തു. എല്ലാം നമ്മൾ എല്ലാ ആഴ്ചയിലും വെക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു ദിവസം വെക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇതെല്ലാം നമ്മളെപ്പോഴും കഴിക്കുന്നതാണ്. പിന്നെ പായസമൊക്കെ വെക്കും, പിന്നെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതെല്ലാം കയ്യിലും കതിലും ഒക്കെ കിടക്കുന്നേ ഉള്ളൂ. ഓണാഘോഷ പരിപാടികൾ ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കഥകളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തിരുവാതിര പ്രാക്ടീസ് ഇതിൻ്റെ ഓണത്തിൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ദിവസങ്ങളിങ്ങനെ പ്രാക്ടീസുകളും പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ഭയങ്കര ക്ഷീണമായി. ഇപ്പോഴൊന്നും ഊരാനുള്ള സമയം കിട്ടിയില്ല. കുട്ടികളൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാലേ നമുക്ക് റിസ്ക് അല്ലേ, പൊട്ടിപ്പോത്തില്ല. എല്ലാവരും ഓണാഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകല ഉലുവ, പൊടി ഉണ്ടെങ്കിൽ പൊടിയിടാം. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ മറ്റേ ചരടമുളകാണല്ലോ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് മുളക് പൊടി ശകലം ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇത്രയിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇളക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഈ പൊടി ഇടുന്ന സമയം കൊണ്ട് അത് കരിഞ്ഞു പോയി പോകും. അതുകൊണ്ട്
തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടികളിട്ടത്. അപ്പോൾ അത് മതി, ആ ചൂടിൽ അങ്ങ് ആയിക്കോളും. ഇത് ഇനിയൊന്ന് ആറണം. ആറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ആ ചട്ടി ഒന്ന് കറക്കാം. ഇതൊക്കെ എൻ്റെ അമ്മയുടെ പൊടിക്കൈകളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മീൻ അതിലേക്കിടാം. പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. അവരവരുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇതുണ്ട്. ഇത് വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിച്ചു. പുളി ഒന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി തേങ്ങ ഇടണം. തേങ്ങ ഒന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് അരപ്പങ്ങോട്ട് ഇട്ടു. ഞാൻ ബൗളൊന്ന് കഴുകി വെള്ളം ആയിട്ടൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് വെള്ളം എന്നിങ്ങനെയാണെന്ന് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. ഞാൻ ഇനിയിപ്പം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ട്. ഇത് കാരണം പുളി വെള്ളം കൂടെ ഒഴിച്ചില്ലായിരുന്നു. ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. ഉപ്പ് നോക്കണം. ഞാൻ ഉപ്പ് നോക്കിയില്ല. ഉപ്പിട്ടു. ഇനി കുറച്ച് കറിവേപ്പില വേണം, ഞാൻ പറിച്ചോണ്ട് വരാം. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ തേങ്ങയോടൊന്നും അരച്ചില്ല. ഞങ്ങൾ സാധാരണ ഇങ്ങനെ അങ്ങ് ഇടുക ചെയ്യുന്നത്. ഇതിപ്പം തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും. കറിവേപ്പിലയിട്ട്, എൻ്റെ കറിവേപ്പ് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഇന്ന് പൊട്ടിയൊക്കെ കിളിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം മീൻ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. കാരണം നമുക്ക് ഇത് പരവേതുണ്ട്, പെട്ടെന്ന് ഇത് വേവുവേ. ഒരു തിളയുടെ ആവശ്യമേ ഉള്ളൂ. അങ്ങനൊരു ശകല ഉപ്പിട്ടു. ഉപ്പ് വേണമായിരുന്നൊരു ശകല. അങ്ങനൊരു ശകല ഉപ്പിട്ട് ഇനി നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കണ്ട. ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതി. അന്നേരം എല്ലാം ശരിയാവും. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അമ്മയോടെ പാത്രം എടുക്കുന്നതിൻ്റെ ബഹളമാണ്. അതാ കാണുമ്പോൾ തന്നെ എന്തൊരു അടിപൊളിയാണെന്നറിയാം. ഇതിൻ്റെ ചാറൊക്കെ ഒഴിച്ച് ചോറുണ്ണാൻ നല്ല അടിപൊളിയാണ്. മീൻകറി കണ്ടാ നല്ല കളറ്, നല്ല അടിപൊളി. ഇനി നമ്മൾ കുറച്ചെടുത്ത് വറക്കണം. വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചതച്ചു. ഇനി പൊടികളെല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ച് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വറക്കാം. ഞാൻ കുറച്ച് പരവ എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി, ഒരിത്തിരി വിനാഗിരി, ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴച്ച് എല്ലാം പുരട്ടി വെച്ചേക്കുക. ഇനി ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറക്കാം. മീൻ വറക്കാനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ടാണ്. കറിവേപ്പില അരച്ച് ചേർത്തെങ്കിലും നമ്മൾ കറിവേപ്പില ഈ എണ്ണയിലോട്ട് ഇടാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. 6 വറക്കാൻ കിട്ടി.
ഇനി മൂക്കട്ടെ. ഒരു വശം മൂത്തു, ഞാനത് തിരിച്ചിട്ടു. ഉണ്ടോ, കറിവേപ്പിലൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നതുണ്ടോ. അപ്പം ഞങ്ങളുടെ ഉച്ചയൂണ് ഇന്നത്തെ റെഡിയായി. അതിനിന്ന് ഞങ്ങളുടെ ഉച്ചയൂണ് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നോക്കിക്കേ. മുരിങ്ങയില കറി, ഞങ്ങളുടെ വീട്ടിലെ തന്നെ മുരിങ്ങയിലയാണ്. ഇതാ മീൻ വറുത്തത്, ചേനത്തണ്ടും പയറും കൂടെ തോരൻ, ഞങ്ങളുടെ വീട്ടിലെ തന്നെ ചേനത്തണ്ടാണ്. ഇനി ഇതാ മീൻ കറി. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് നല്ല വിഭവസമൃദ്ധമായ ഊണാണ് ഇന്ന് ഞങ്ങളുടെ. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ചോറുണ്ടോളൂ, ഞങ്ങളും താണ്ട് ഉണ്ണാൻ പോകുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് തരണേ. താങ്ക് യു.